ഹലോ നമസ്കാരം. മാനാപ്പമാളിയൊക്കെല്ലാണ്. 1800 സ്ക്വയർ ഫീറ്റ് 29 സെന്റ് സ്ഥലം, അതും കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കുന്നത്. എവിടെ വെച്ചാല് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് അകമ്പാടം റൂട്ടില് എരിഞ്ഞിമങ്ങാട്ട് നിന്ന് അല്പം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞു വേട്ടേക്കോട് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ സൂപ്പർ വീടാണ്. അപ്പോൾ വന്നോളി, കൊണ്ടുപോയിക്കോളി. അപ്പോൾ നമ്മൾ വീട് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചന്തക്കുന്നുമെന്ന് അല്പം ഒരു കഷ്ടിച്ചൊരു 6 കിലോമീറ്റർ മാറിയിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് വശാട്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചായത്ത് റോഡിൻ്റെ വക്കിനായിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. ഈ വളപ്പിൽ ഏകദേശം തെങ്ങ് ഒരു 50ൻ്റെ അടുക്ക കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ വളപ്പിൽ അരക്കാനും അതിൻ്റെ അപ്പുറമുള്ള തേങ്ങ ഈ വളപ്പിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സൂപ്പർ സ്ഥലം, അതുപോലെ തന്നെ അടിപൊളി വീട്. നിങ്ങളൊന്ന് കണ്ടുനോക്കി. പിന്നെന്താ വെച്ചാൽ ഇതിൽ പറയാമല്ലോ എന്താ വെച്ചാൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് വീട്ടിൽ. അപ്പോൾ എന്താ വെച്ചാൽ നോക്കണേ നിങ്ങൾ വീടിൻ്റെ വലിപ്പം. ഈ ആദ്യം വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 80 ലക്ഷം റുപ്യ എന്തായാലും ഇത് ഫുള്ള് പണി പൂർത്തിയാകുമ്പോൾ വരും. എന്തായാലും നിങ്ങൾക്ക് ഇനി അധികം നമുക്ക് പൈസ ഇറക്കേണ്ടി വരില്ല. ടോട്ടൽ ഈ വീടിന് 5 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂം, അങ്ങനെ ടോട്ടൽ 5. പിന്നെ മുകളിൽ 2 സിറ്റ് ഔട്ട്, ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. കുറച്ച് എന്താ പറയുക, 2 സൈഡ് തേക്കാനുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിൻ്റെ പണിയെടുക്കാണ്ട് വയറിങ്ങും കാര്യങ്ങളും ഒന്ന് ക്ലിയർ ആക്കിയിട്ടാൽ ഈ വീട് നിങ്ങളോട് പറക്കും. അങ്ങനത്തെ ഒരു സൂപ്പർ വീടാണത്. എന്താ അത് അത്യാവശ്യം വലിയ കുടുംബത്തിന് തന്നെ നിൽക്കാൻ പറ്റിയ ഒരു വീടാണ് ഈ വീട്. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. സിറ്റ് ഔട്ട് നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ. എന്താ സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം കാര്യങ്ങളും കണ്ടോ, ഒരു എൽ ഷേപ്പിൽ നിൽക്കുന്ന ഒരു സിറ്റ് ഔട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ലിവിങ് റൂം വരുന്നുണ്ട്. ഇതാണ് ലിവിങ് റൂം. ലിവിങ് റൂമിൽ തന്നെ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലിവിങ് ആണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളെ ഡൈനിങ് ഹാളും വരുന്നത് കേട്ടോ. ഇവിടെ ഒരു പൂജാമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ലിവിങ് റൂമിൻ്റെ അടുത്ത് ഒന്ന് കണ്ടോളി. നമ്മളോട് പറയുന്നത് ഉസാറാക്കി എടുക്കുകയാണ്. കുറച്ച് പൈസ ഇതുമ്പോൾ കണ്ട് ഇറക്കുകയാണെങ്കിണ്ടല്ലോ ഈ വീട് പറക്കും. നല്ല മോഡലാണ്. പിന്നെ എന്താ പറയുക, ഒരു നെഗറ്റീവ് പറയാൻ ഈ വീടിന് ഉണ്ടാവില്ല. എനിക്ക് കണ്ടിട്ട് അങ്ങനെ മനസ്സിലായത്. അപ്പോൾ നമ്മൾ ലിവിങ് റൂമിൽ നേരെ ഹാള് കണ്ടിരിക്കുന്നത്. ഹാള് നല്ല വലുപ്പമില്ല ഹാളാണ്. താഴെ ഭാഗത്ത് 2 ബെഡ്റൂമാണുള്ളത്. അതുപോലെ തന്നെ 2 ബെഡ്റൂം, ഹാള്, കിച്ചന്, ഇങ്ങനെയാണ് അവർ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരു ബെഡ്റൂം. അത് എന്താ പറയുക, ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഈ ബെഡ്റൂം നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ കാരണത്താൽ നമുക്കത് ഫുള്ള് ഇതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ തന്നെ ഏകദേശം ഒരു 10ൻ്റെ മേലെ എന്തായാലും വലിപ്പമുണ്ട് കേട്ടോ. 10-10ൻ്റെ മേലെ എന്തായാലും ബെഡ്റൂം വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഹാളിലേക്ക് വന്നു. ഈ കണ്ടോളൂ, ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെ ഒരാൾ കിടന്നുറങ്ങേണ്ടതിന്, അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മളോരോ സ്വീപ്പാക്കേണ്ട വെച്ചിട്ട് ഇത് തന്നെ ഈ ബെഡ്റൂമിൽ തന്നെ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് താഴത്തെ ഇത്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു കോമൺ ബാത്റൂമുണ്ട്. ബാത്റൂമിനും കാര്യങ്ങളൊക്കെ ടൈലും കാര്യങ്ങളും ഒട്ടിച്ചാണ്ട് കേട്ടോ. അധികം വല്ലാതെ നമുക്ക് പൈസ ഇറക്കേണ്ടി വരില്ല. അതായത് ഒരു 10 ലക്ഷം നമുക്ക് ഇറക്കുകയാണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് നല്ല സംഖ്യക്ക് ഇനി മറിച്ച് വെക്കുന്ന ആളുകളാണെങ്കിൽ മറിച്ച് വെക്കാം. കണ്ടങ്ങൾ, ഇത് ആണ് മറ്റേ കിച്ചന്. ഇവിടെ ചിമ്മിനി, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും നല്ല സെറ്റപ്പാണ്. കാരണം വീടിൻ്റെ പ്ലാനിങ്ങിലൊന്നും നെഗറ്റീവായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി മുകളിലേക്ക് പോവാണ്. മുകൾ ഭാഗം എന്താ വെച്ചാൽ ഒന്ന് തേക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് ഉഷാറാക്കി എടുക്കാനുണ്ട്. ഇവരത് ഫണ്ട് അത്ര ഇല്ലായിരുന്നു. ഇതാണ് നമ്മളെ മുകളിലേക്ക് എത്തുകയാണ്. ഇതാണ് മുകളിലത്തെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ നേരെ നമ്മളൊരു 1ാമത്തെ ബെഡ്റൂം നോക്കണം. ഈ ബെഡ്റൂം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ അപ്പുറത്തൊരു ബാൽക്കണി ഉണ്ട്.
കണ്ടോ ഇവിടെ സിറ്റ് ഔട്ട് ഉണ്ട്. ഇതാണ് സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ നമ്മൾ കണ്ടോ ഇതിന് 2 സിറ്റ് ഔട്ട് വരുന്നുണ്ട് കേട്ടോ. വീട് നല്ല മോഡൽ വീടാണ്. ഇനി കണ്ടോളൂ, ഇപ്പം നമ്മൾ ആ സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങി ഡൈനിങ് ഹാളിലേക്ക് വന്നു. കണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു സിറ്റ് ഔട്ടും കൂടി ഉണ്ട്. കണ്ടോ നിങ്ങൾ, 2 സിറ്റ് ഔട്ടാണ് ഈ വീടിനുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം. അപ്പോൾ നമ്മൾ 2ാമത്തെ ബെഡ്റൂമൊക്കെ എത്തിട്ടോ. ഫസ്റ്റ് നമ്മൾ വന്ന് കയറിയതൊരു ബെഡ്റൂം, ഇത് 2ാമത്തെ ബെഡ്റൂം. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇത് പൂർത്തിയാക്കാനില്ല, സാമ്പത്തിക ഇവരെത്തില്ല. അപ്പോൾ പൂർത്തിയാക്കി കുറച്ച് പൈസ ഇറക്കിയാണ്ട് തേപ്പും കാര്യങ്ങളും ഫ്ലോറിൻ്റെ പണിയൊക്കെ എടുത്ത് ഉഷാറാക്കാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ വന്നോളിയും കൊണ്ടുപോയിക്കോളിയും. 40 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇതിന് ചോദിക്കുന്നത്. അപ്പം ഞാൻ അധികം വല്ലാതെ കുറയണം നിങ്ങൾ പറയരുത് കേട്ടോ. അത്രയും കുറച്ചിട്ടാണ് ഇവർ മാക്സിമം 29 സെൻറ്റ് സ്ഥലം 1800 സ്ക്വയർ ഫീറ്റിലെ വീടും കൊടുക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളെ വീടിൻ്റെ പരിസരം കാര്യങ്ങളും അത്യാവശ്യം കവുങ്ങും തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അരക്കാല തേങ്ങയും അതിൻ്റെ അപ്പുറമല്ല ഇവിടെ തന്നെ ഈ വളപ്പത്തന്നെ ഉണ്ട് തെങ്ങ്. പിന്നെ ഒരിക്കലും പറ്റാത്ത കിണർ. ഇതിൻ്റെ 2 ഭാഗം തേക്കാണ്ടായിരുന്നല്ലേ, അത് താഴെ ഭാഗത്ത് ഈ ഭാഗമാണ്. മുകൾ ഭാഗം തേപ്പ് കഴിഞ്ഞ് ഫ്ലോറിൻ്റെ പണിയും കഴിഞ്ഞാൽ ഈ വീട് പറക്കും. അതുപോലെ തന്നെ കിണറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കിണർ ഒരിക്കലും വെള്ളം പറ്റില്ല, ഞാൻ മറന്നു പോയതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, ഇവിടെ പുറത്ത് ഒരു കുളിമുറിയും ബാത്റൂമുണ്ട്. അപ്പോൾ ഈ വീട് വേണ്ടവർ എൻ്റെ നമ്പറായ 97 40 30 30 43 നമ്പറിൽ വിളിച്ചോളിയും. പിന്നെ ഈ വീട് പിന്നെ ബാക്ക് ഭാഗം തേക്കാനുണ്ട്. 2 ഭാഗത്തിൻ്റെ ബാക്ക് ഭാഗമാട്ടോ, തേക്കാനുള്ള ബാക്ക് ഭാഗമാണിത്. ഇവിടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് കുറച്ച് നിങ്ങളോട് പറയണം, എന്താ വെച്ചാൽ വീണ്ടും പറയണം, കുറച്ച് പൈസ നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ ഈ വീട് സൂപ്പർ വീടാവും. ഈ വീടിൻ്റെ പ്ലാനിങ്ങിൻ്റെ നെഗറ്റീവ് പറയാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളും. അപ്പോൾ ഇതാണ് വീട് 1800 സ്ക്വയർ ഫീറ്റ് ആട്ടോ. വെറും 40 ലക്ഷം രൂപയാണ് ലാസ്റ്റ് പോലെ ചോദിച്ചത്. ഇനി വല്ലാതെ അങ്ങോട്ട് കുറയില്ല എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ കുറക്കണം നിങ്ങൾ പറയുകയും ചെയ്തത്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് 97 40 30 30 43. അപ്പോൾ നമ്മളെ പറ്റുന്ന ആളുകൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ടുള്ള ചെറിയ വിലക്കുള്ള വീടാണെങ്കിലും വലിയ വിലക്കുള്ള വീടാണെങ്കിലും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, എന്നാൽ ചില സംബന്ധമായിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ തന്നെയാണ് 97 40 30 30 43.